ഇത് ഞാൻ എടുത്തോളാം മാഡം. മാഡം ചെന്ന് വാതിലോർക്ക്. ശരി. വീടെത്തിയപ്പോഴേക്കും സാറ് ഭയങ്കര ഹാപ്പി ആയല്ലോ. പിന്നെ അങ്ങനെ വേണമല്ലോ നന്ദൻ. സത്യത്തിൽ ഈ വീടും പരിസരമൊക്കെ എന്തുമാത്രം മിസ് ചെയ്തിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഒരു നൊസ്റ്റാൾജിക് മൊമെന്റിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ ഞാനും ഹാപ്പിയാണ്. അതെ, എന്താ രണ്ടുപേരും അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? വരൂ. വരൂ നന്ദൻ. ബിപി, മുകളിലേക്ക് ഇപ്പോൾ പോകണ്ട. ഇന്നലെ ഞാൻ ഇവിടെ മാത്രമേ ക്ലീൻ ചെയ്യിച്ചുള്ളൂ. അപ്സ്റ്റേഴ്സ് അപ്പടി പൊടി അഴുക്കുക. അതൊന്നും സാരമില്ല, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. വീടെത്തിയപ്പോൾ ആളിന്റെ മൂടൊക്കെ എത്ര പെട്ടെന്നാണ് മാറിയെന്ന് നോക്കും മാഡം. ഇനിയിപ്പോൾ ആളൊന്ന് ഉഷാറായിക്കോളൂ. ഒരു കണക്കിന് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് പോരാൻ തോന്നി നന്നായി. ഇവിടുത്തെ പോലെ ബിപി വേറൊരിടത്തും കംഫർട്ടബിൾ ആവില്ലെന്ന് എനിക്കറിയായിരുന്നു. ഇവിടേക്കുള്ള ഈ വരവ് പണിക്കർ സാറിന് മാനസികമായി ഒരുപാട് ഗുണം ചെയ്യും. കിച്ചണൊക്കെ ഇനി ഒന്നേന്ന് സെറ്റാക്കണം. അതുകൊണ്ടാണ് നന്ദനൊരു ചായ പോലും എടുക്കാത്തത് കേട്ടോ. നോ പ്രോബ്ലം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഫുഡൊക്കെ എങ്ങനെയാ? ഇന്നൊരു ദിവസത്തേക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നാളെ മുതൽ ഒന്ന് റെഗുലർ ആകാൻ പറ്റിയേക്കും. ഉച്ച കഴിഞ്ഞിട്ട് ക്ലീനിങ്. ബാക്കി പോർഷനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങണം. സഹായത്തിന് ആളെ വല്ലതും ഏർപ്പാട് ചെയ്യണോ മാഡം? എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താ സംഭവം? എന്റെ കാര്യം വല്ലതാണോ? അല്ല, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ആരെങ്കിലും ഏർപ്പാടാക്കണമെന്ന് ചോദിക്കായിരുന്നു നന്ദൻ. ഏയ് നോ. ഇനി അതെല്ലാം ശ്രീമതിയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. എന്തായാലും ഞങ്ങളെ തിരിച്ചുവിടെ എത്തിച്ചതിന് നന്ദൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അതിനെങ്ങനെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല സർ. ഇതൊക്കെ എൻ്റെ ഒരു കടമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കേട്ടോ നന്ദൻ, ഈ അന്തരീക്ഷത്തിൽ എന്നിൽ നിന്നും മറഞ്ഞുപോയ പഴയ കാലവും ഓർമ്മയൊക്കെ എന്നിലേക്ക് എന്നെ വൈകാതെ തിരിച്ചെത്തുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സർ. എന്താ പറയാ, ഞാൻ ഇറങ്ങട്ടെ. ഉച്ച കഴിഞ്ഞ് ഒരു കക്ഷിയെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നന്ദൻ, താങ്ക്സ് അഗൈൻ. ശരി സർ. മാഡം ഒരു മിനിറ്റ്. എന്താ നന്ദൻ? മാഡത്തിനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. പണിക്കർ സാറുകൾക്ക് ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെങ്കിലും മാഡത്തിൻ്റെ റിസ്ക് കൂടുകയാണ്. അസുഖം ഭേദമായതിൻ്റെ ആവേശത്തിൽ പണിക്കർ സാറ് വീണ്ടും പഴയതുപോലെ ആക്റ്റീവ് ആകാൻ നോക്കിയെന്നിരിക്കും. മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മേ ബി ചിലപ്പോൾ പഴയതുപോലെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചെന്നിരിക്കും. സോഷ്യൽ ഇൻട്രാക്ഷൻ റീറ്റെയിൻ ചെയ്യാൻ നോക്കിയെന്നിരിക്കും. പഴയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഓർത്തെടുത്ത് അവരുമായി കൂടുതൽ അടുക്കാൻ ശ്രമിച്ചെന്നിരിക്കും. അങ്ങനെ പഴയ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ചിലപ്പോൾ പ്രകടമാക്കിയെന്നിരിക്കും. അപ്പോഴൊക്കെ അതിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും സാറിനെ ബുദ്ധിപൂർവ്വം പിന്തിരിപ്പിക്കേണ്ടത് മാഡത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാഡത്തിന് ഇനി അങ്ങോട്ട് റിസ്കിൻ്റെ ടൈമാണെന്ന്. നന്ദൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും ഹോസ്പിറ്റലിനെക്കാൾ കൂടുതൽ റിസ്ക് ഇവിടെയാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇപ്പം തന്നെ നന്ദൻ കണ്ടില്ലേ, വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ BP ആകെ റിലാക്സ്ഡ് ആയതുപോലെയാണ്. ഇനിയിപ്പോൾ അപ്പുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാവും ചോദ്യങ്ങൾ കൂടുതൽ. ഡിസ്ചാർജ് ചെയ്ത് വന്ന വിവരം അപ്പുവിനെ അറിയിക്കണമെന്ന് കാറിലിരുന്ന് പറഞ്ഞ് നന്ദനും കേട്ടതല്ലേ? യെസ്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ടെൻഷനാവുന്നത്.
സാറിനെ പുറത്തേക്ക് വിടുന്നതിലും പഴയ പരിചയക്കാരെ കാണുന്നതിലും ഒരു പ്രശ്നം ഉണ്ടാകില്ല, അവർ അപ്പുവിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്ന്. പക്ഷേ സ്വാഭാവികമായും നമ്മുടെ ആൾക്കാരല്ലേ, അന്യൻ്റെ സുഖത്തേക്കാൾ കൂടുതൽ ദുഃഖത്തെക്കുറിച്ച് അറിയാനും അന്വേഷിക്കാനും ആണല്ലോ താല്പര്യം. അതുകൊണ്ട് ഉറപ്പായും സാറിനെ കാണുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് അപ്പുവിനെ കുറിച്ച് തന്നെയായിരിക്കും. അപ്പുവായിട്ടുള്ള വഴക്ക് മാറിയോ, അപ്പു ഇപ്പോൾ എവിടെയാണ്, അപ്പു ആണായി ജീവിച്ചു തുടങ്ങിയോ, ഇത്തരം ചോദ്യങ്ങൾ കൊണ്ടായിരിക്കും അവർ സാറിനെ നേരിടുന്നത്. അതൊഴിവാക്കാൻ വേണ്ടിയാണ് കഴിവതും സാറിന് വീട്ടിൽ തന്നെ ഹോൾഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്ര നാൾ എനിക്കിങ്ങനെ VP വീട്ടിൽ തളച്ചിടാൻ പറ്റുന്ന കാര്യത്തിലേ സംശയമുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ ഏത് സമയവും കൂടെ നടക്കുന്നതിൽ VP ആകെ അസ്വസ്ഥനാ. എനിക്കൊരു ഐഡിയ തോന്നുന്നു മാഡം. പണിക്കർ സാറിനെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നമുക്കൊരു തേർഡ് പാർട്ടിയുടെ സഹായം തേടിയാലോ? തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ആരെയാണ് എന്താ ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ ജയദേവനെ പോലെ ഒരാൾ. ഒന്നുമില്ലെങ്കിലും പണിക്കർ സാറിനിപ്പോൾ അദ്ദേഹത്തെ പരിചയമുണ്ടല്ലോ. ആളൊരു സൈക്കാട്രിസ്റ്റ് ആണെന്നും കുറച്ചുനാൾ സാറ് ജയദേവന്റെ ട്രീറ്റ്മെന്റിലായിരുന്നെന്നും ഇപ്പോൾ ബോധ്യമുണ്ട്. ആ ഒരു അവസരം നമ്മൾ കാര്യമായി ഉപയോഗപ്പെടുത്തിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഡോക്ടർ ജയദേവനെ കൊണ്ട് അപ്പുവിന്റെ കാര്യം VPയോട് പറയിക്കാമെന്നാണോ നന്ദൻ പറയുന്നത്? യെസ്. പക്ഷേ അത് ഓൾ ഓഫ് എ സഡൻ ആവരുത്. ഘട്ടം ഘട്ടമായി വേണം അപ്പോൾ ഒരു ട്രാൻസ്പേഴ്സൺ ആണെന്ന് പണിക്കർ സാറിന് മനസ്സിലാവാൻ. അത് മനസ്സിലാവുന്നതിനോടൊപ്പം തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാറിനെ മാനസികമായി സജ്ജമാക്കുകയും വേണം. ആ ചാലഞ്ച് ഡോക്ടർ ജയദേവനെ പോലൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാ, അതൊരു നല്ല വഴിയാ. പക്ഷേ നന്ദൻ എന്ത് പറഞ്ഞ് നമ്മൾ വീണ്ടും VP അങ്ങോട്ടേക്ക് കൊണ്ടുപോകും? അങ്ങോട്ട് പോകണമെന്നില്ലല്ലോ. ഡോക്ടർ ജയദേവനോട് ഇവിടേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അയാൾ സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതിന് തയ്യാറായേക്കും. എന്നാലും ഉണ്ടല്ലോ നന്ദനൊരു പ്രശ്നം. ഡോക്ടർ ജയദേവൻ ട്രീറ്റ്മെന്റിനായി ഇവിടെ വരുമ്പോൾ അത് VP എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന എൻ്റെ പേടി. ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയാണ് ഡോക്ടറിന്റെ വിസിറ്റ് എന്ന് VP അറിഞ്ഞാൽ ഉറപ്പായും VPക്ക് സംശയം കൂടുകയുള്ളൂ. നോക്കട്ടെ, സംശയത്തിന് ഇട കൊടുക്കാതെ ഡോക്ടർ ജയദേവന്റെ ഒരു വിസിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഏതായാലും നന്ദൻ ഡോക്ടർ ജയദേവനോടൊന്ന് സൂചിപ്പിക്കുക. ഞാനും അദ്ദേഹത്തോട് പറയാം. നന്ദൻ പറഞ്ഞതുപോലെ VP അറിയാവുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ ഡോക്ടർ തയ്യാറാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ മാഡം, എന്നാൽ ഞാൻ ജയദേവൻ ഡോക്ടറുമായി ഒന്ന് സംസാരിക്കാം. കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് പുള്ളിയുടെ അഡ്വൈസ് എടുക്കുന്നത് നല്ലതാണല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മാഡം. ശരി നന്ദൻ. യെസ്, എന്താ മാഡം? അപ്പുവിൻ്റെ കാര്യം എന്തായി നന്ദൻ? ഞാനൊന്നും ചോദിക്കാതിരുന്നത് VPയെ ഭയന്നിട്ടാ. അതെനിക്ക് മനസ്സിലാവും മാഡം. ഞാൻ പറഞ്ഞല്ലോ, അപ്പുവിൻ്റെ കാര്യം ഓർത്ത് മാഡം ടെൻഷൻ അടിക്കുകയേ വേണ്ട. അപ്പു സേഫാണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ കംഫർട്ടബിളുമാണ്. BP സാർ ശ്രദ്ധിക്കുന്നുണ്ട്. മാഡം പോയിക്കോളൂ. ചോദിച്ചാൽ കേസിൻ്റെ കാര്യം എന്തെങ്കിലാണെന്ന് പറഞ്ഞാൽ മതി. എന്തായിരുന്നു വക്കീലുമായിട്ടൊരു ഡിസ്കഷൻ? ഇല്ല, കേസിൻ്റെ കാര്യം പറഞ്ഞതാ. ഇനി കോംപ്ലിക്കേഷൻ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ നന്ദനോട് ചോദിച്ച് മനസ്സിലാക്കിയതാ. ഇപ്പോഴാ മനസ്സിനൊരു ആശ്വാസമായത്. എല്ലാം തുറന്ന് സംസാരിച്ചപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് ജോബിന് മനസ്സിലായി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇത് ജോബിനിന്ന് മറച്ചു വെക്കാതെ അയാളോടെല്ലാം തുറന്നു പറയുന്നതാ നല്ലതെന്ന്. അപ്പോ ജോബിന് എന്ത് കരുതുന്നുള്ള പേടിയും സംശയം അല്ലായിരുന്നോ നിങ്ങൾക്ക്? അത് പിന്നെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ആരായാലും ഇതൊക്കെ തുറന്ന് സംസാരിക്കാനൊന്നും മടിച്ചെന്നിരിക്കും. അതുമാത്രമല്ല, മാളുവിനോട് പോലും ഈ കാര്യം ചോദിക്കാൻ നമുക്ക് പറ്റുമായിരുന്നോ? അവള് പോലും എത്രയോ ദിവസം കഴിഞ്ഞിട്ടാ അരുൺ ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം നമ്മളോട് പറയാൻ തയ്യാറായത്. അതാ ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ആർക്കായാലും ഒരു മടുപ്പ് ചടുപ്പും ഒക്കെ കാണുമെന്ന്.
ഹാ, എന്തായാലും ഇപ്പോഴെങ്കിലും കാര്യത്തിന്റെ സത്യാവസ്ഥ ജോബിനെ നമുക്ക് ബോധ്യപ്പെടുത്താനായല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ പുകഞ്ഞു നീറിയും കിടന്ന് ആകെ വഷളായേനെ. ഓ, എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചത് നന്നായി. എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചെന്നൊന്നും പറയാറായിട്ടില്ല അശ്വതി. ഇനിയും ഇതുപോലുള്ള തെറ്റിദ്ധാരണ അകൽച്ചൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആ അരുണിന്റെ ശല്യം ഒഴിവാക്കണം. അതിനവനെ നേരിക്കണ്ട് സംസാരിക്കുക തന്നെ വേണം. അതിപ്പോ അവനോട് സംസാരിക്കണോ അതോ അവന്റെ ചേച്ചിയും ഭർത്താവിനെ നേരിട്ട് കണ്ട് സംസാരിക്കണോന്നാ ഞാൻ ആലോചിക്കുന്നത്. കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി ജോബിനെ ബോധ്യപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോ അയാളെ കണ്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് മുരളിയേട്ടാ. അതെന്താ താൻ അങ്ങനെ പറഞ്ഞു? അവൻ ചെയ്തത് നെറുകേടാണെങ്കിലും നമ്മൾ ഇതൊരു വലിയ ഇഷ്യൂ ആക്കി എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്ന് പറഞ്ഞ എങ്ങനെയാ? ഈ വീട്ടുമുറ്റത്ത് വെച്ച് അവനെ ഞാൻ കൈയോടെ പിടികൂടിയതല്ലേ? എന്നിട്ട് അവന് വല്ല കൂസലും ഉണ്ടായോ? വീണ്ടും മാളുവിന്റെ ജീവിതത്തിൽ വലിഞ്ഞേറി വന്ന് ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കാനല്ലേ അവൻ ശ്രമിക്കുന്നത്? ഇനിയും നമ്മളിത് കുട്ടിക്കളിയാണെന്ന് പറഞ്ഞ് പ്രതികരിക്കാതിരുന്ന അവന്റെ തോന്നിവാസം കൂടുകയുള്ളൂ. സൂചി കൊണ്ട് എടുക്കേണ്ടത് ഒടുവിൽ തൂമ്പ കൊണ്ട് പോരാതെ വരും. അതുകൊണ്ട് ഇനി അവനെ ഇങ്ങനെ മിടുക്കനാകാൻ വിടാതിരിക്കുന്നതാ നല്ലത്. മുരളിയേട്ടൻ പറയുന്നത് ന്യായമുള്ള കാര്യമാ, ഞാനും സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു തവണത്തേക്ക് കൂടി നമ്മളിതിൽ നേരിട്ട് ഇടപെടാതിരിക്കുന്നതാ ബുദ്ധിന്നാ. ഇതിന്റെ പേരില് നമ്മൾ അവനോടോ അവന്റെ വീട്ടുകാരോടോ ചോദിക്കാൻ ചെന്നാ അവന് മറ്റൊരു തരത്തിൽ മാളുവിനോട് ശത്രുത തോന്നിന്ന് വരാം. ചിലപ്പോ അതിന്റെ ദേഷ്യത്തില് അവൻ മാളുവിനെ മറ്റൊരു രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കിയാലോ? അതേസമയം നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ടും അവനെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടാ അവന്റെ ഉള്ളിൽ ഒരു പേടി കാണും. ഒന്നെങ്കിൽ നമ്മളിത് കേസാക്കുമെന്നോ അല്ലെങ്കിൽ മുരളിയേട്ടൻ പറഞ്ഞതുപോലെ അവന്റെ വീട്ടുകാരെ അറിയിക്കുമെന്നോ ഉള്ളിലൊരു പേടി കാണും അവന്. അത് മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു താക്കീത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നതിനേക്കാൾ നല്ലത് ജോബിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതാ. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ജോബിന് എന്തായാലും അവനെ ചെന്ന് കാണുന്നു തന്നെയാ. ശരിയാ. കല്യാണത്തിന് മുൻപും അപ്പുവിന്റെ ഒരു കാര്യത്തില് ജോബിന് അവനുമായിട്ടൊന്ന് മുഷിഞ്ഞതാ. തനിക്ക് ഓർമ്മയില്ലാത്ത? അത് ഓർമ്മയുള്ളതുകൊണ്ടാ ജോബിന് ഉറപ്പായിട്ടും ഇതിൽ ഇടപെടുന്നു ഞാൻ പറഞ്ഞത്. എന്തായാലും തരക്കാര് തമ്മിൽ അതങ്ങ് സംസാരിച്ചു തീർക്കുന്നതാ നല്ലത്. അത് മാത്രമല്ല, ജോബിനെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്നറിയുമ്പോ ഇനി തന്നെ നമ്പർ ഒന്നും ചെലവാവില്ലെന്ന് അവനും ബോധ്യാവും. എന്നിട്ടും അവൻ പിന്നെയും വല്ല വേണ്ടാതീനോ കൊണ്ട് വന്നാ നമുക്ക് അവന്റെ വീട്ടുകാരെ അറിയിക്കുന്നതിനെ പറ്റി ആലോചിച്ചാ പോരെ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? അത് മതിന്നേ. ഹലോ ടീച്ചറെ. എന്തൊക്കെയുണ്ട് അശ്വതി? മുരളി ജോബിനെ കണ്ട് സംസാരിച്ചിരുന്നു അല്ലേ? അതെ, ഞങ്ങളിപ്പോ ആ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അത് നന്നായി അശ്വതി. ജോബിനും അത് ഭയങ്കര ആശ്വാസമായി. കുറച്ചു മുമ്പാ അവൻ എന്നെ വിളിച്ച് രണ്ടുപേരും തമ്മിൽ കണ്ട് സംസാരിച്ച കാര്യം എന്നോട് പറഞ്ഞത്. എന്നാലും ആ പയ്യൻ എന്തൊക്കെ തോന്നിയാസങ്ങളാ ഇതിനിടയിൽ കാണിച്ചു കൂട്ടിയത്. പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും എങ്ങനെ മനസ്സ് വരുന്നു എനിക്ക് മനസ്സിലാകാത്തത്. അതേന്നേ, മുരളിയേട്ടൻ ആ പയ്യന്റെ വീട്ടുകാരെ നേരിട്ട് കണ്ട് സംസാരിച്ചാലോ എന്ന് ആലോചിക്കുമായിരുന്നു. ഏയ്, അതൊന്നും വേണ്ടെന്ന് പറ അശ്വതി. നമ്മളത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞാ മതിയല്ലോ. എന്തിനാ വെറുതെ വീട്ടുകാരെയൊക്കെ അറിയിച്ച് വഷളാക്കാൻ പോകുന്നത്? നമ്മുടെ കുട്ടികളുടെ പിണക്കം മാറിയല്ലോ, നമ്മൾ അതുമാത്രം നോക്കിയാ പോരെ? ഞാനും അത് തന്നെ ടീച്ചറെ പറഞ്ഞത്. വെറുതെ മുറിവ് കുത്തി വ്രണമാക്കണ്ടല്ലോ. പിന്നെ ജോബിൻ വരുമ്പോ മാളുവിനെ കൂടി അവന്റെ ഒപ്പം ഇങ്ങ് പറഞ്ഞു വിട്ടേക്കണം കേട്ടോ. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. അത് കൊള്ളാം. ടീച്ചറുടെ പറച്ചിൽ കേട്ടാ തോന്നും ഞങ്ങളാണ് അവളെ ബലമായി ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് രണ്ടും കൂടെ പിണങ്ങിയിരുന്നേന് ഞങ്ങൾ എന്ത് ചെയ്യാനാ ടീച്ചറെ? സത്യം അശ്വതി, എനിക്കവളെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഏതായാലും ഇതിങ്ങനങ്ങ് അവസാനിച്ചല്ലോ. മാളുവില്ലേ അവിടെ? അവള് റൂമിലുണ്ടാവും. കൊടുക്കണോ ഞാൻ? വേണ്ട അശ്വതി, ഞാൻ വിളിച്ചോളാം അവളെ. ശരി, ഓക്കെ. ഓക്കെ. ഹലോ ഗീതാൻറ്റി. മാളു, മോളെവിടെയാ? ഞാനിവിടെ വീട്ടിലുണ്ട് ആൻറ്റി.
ആന്റി എന്താ വിളിച്ചേ? VP ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി മോളെ. അതെയോ? എന്നിട്ട് അങ്കിളും ആന്റി ഇപ്പൊ എവിടെയുണ്ട്? ഞങ്ങളിപ്പോ വീട്ടിലുണ്ട്. ആഹാ. അപ്പോ കോർട്ടിലെ കാര്യം എന്തായി? VPയെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് കോടതി ഉത്തരവായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടർ ചികിത്സ വീട്ടിൽ വെച്ചാകാന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഓ, അതേതായാലും നന്നായല്ലോ ആന്റി. അങ്കിൾ എന്ത് പറയുന്നു? വീട്ടിൽ വന്നൊരു ആശ്വാസം VPക്കുണ്ട്. പക്ഷേ അപ്പുവിന്റെ കാര്യത്തിൽ VPക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയില്ല മാളു. മോള് ഫ്രീ ആണ്, ഇങ്ങോട്ടൊന്ന് ഇറങ്ങണേ. നിന്നെ കാണുമ്പോഴെങ്കിലും VPക്ക് ഒരു ആശ്വാസമാവുമല്ലോ. ഉറപ്പായിട്ടും വരാം ആന്റി. ഞാൻ നാളെ വരാം. എനിക്കും ആന്റിയുടെ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എന്താ അത്? US-ലേക്ക് പോകുന്ന കാര്യം ശരിയായോ? അതൊന്നും അല്ല. പിന്നെന്താ? അത് അല്ലെങ്കിൽ വേണ്ട. നാളെ കാണുമ്പോ ആന്റിയോട് ഞാൻ നേരിട്ട് പറയാം. അത് മതി. ശരി. അശ്വതി എന്ത് പറയുന്നു? അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ കൊടുക്കണോ ആന്റി? വേണ്ട, ഞാൻ പിന്നീട് വിളിച്ചോളാം. അശ്വതിയോട് പറഞ്ഞാൽ മതി. ശരി ആന്റി. ശരി. എങ്ങോട്ടാ മോളെ? ഞാനൊന്ന് ഗീതാന്റിയുടെ അടുത്ത് വരെ പോയിട്ട് വരാം. VP അങ്കിളിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, അത് കോടതിയുടെ തീരുമാനത്തിലെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റൂന്നല്ലേ പറഞ്ഞത്? കോടതിയുടെ തീരുമാനത്തോടെയാ അങ്കിളിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാ ആന്റി പറഞ്ഞത്. അതേതായാലും നന്നായി. ഒന്നുമില്ലെങ്കിലും ഗീതയുടെ കഷ്ടപ്പാട് കുറെ കുറഞ്ഞു കിട്ടുമല്ലോ. ഇനിയെങ്കിലും എല്ലാം ഒന്ന് ശരിയായാ മതിയായിരുന്നു. നീ എങ്ങോട്ടാ മാളു? ഞാനൊന്ന് VP അങ്കിളിനെ കണ്ടിട്ട് വരാം. ഓ, അയാളെ വീണ്ടും ഇങ്ങ് കൊണ്ടുവന്നോ? കുറച്ചുനാൾ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു മനസമാധാനം ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ നീ എന്തിനാ അയാളെ കാണാൻ അങ്ങോട്ട് പോകുന്നത്? അതെന്താ എനിക്ക് പോയാല്? ആന്റി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. മാളു, കാര്യമൊക്കെ ശരി തന്നെ. ഇപ്പൊ നീ ഓടിച്ചാടി നടക്കേണ്ട സമയമൊന്നും അല്ല കേട്ടോ. തൊട്ടേനും പിടിച്ചേനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ശ്രദ്ധിച്ചു വേണം. നീ ഇപ്പൊ തനിച്ചല്ല, അത് ഓർമ്മ വേണം. എന്റെ മുത്തശ്ശിയെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഒന്ന് അവിടം വരെ പോകുന്നതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുപോലുള്ള വീടുകളിൽ പോയി അധിക നേരം നിൽക്കരുത്. ഒന്നാമതേ ഈശ്വരവാസം ഇല്ലാത്ത നിർഗുണം പിടിച്ച സ്ഥലമാ അത്. അവിടെ പോകുന്നതും അത്തരം ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നതൊക്കെ നിനക്ക് മാത്രമല്ല ദോഷം, വയറ്റി കിടക്കുന്ന കുഞ്ഞിനും കൂടാ. മുത്തശ്ശി ഒന്ന് ചുമ്മാതിരുന്നേ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിക്കോളൂ. ഞാൻ പറയുന്നതാണോ കുഴപ്പം? എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്. മൂത്തവര് പറയുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണെന്ന് വിചാരിച്ചോണം. എന്നാ നീ നിൽക്കുവാളൂ, ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. വന്നിട്ട് VPയെ ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ. അയ്യോ, അച്ഛനിപ്പോ അങ്ങോട്ട് വരണ്ട. അതെന്താ? അത് VP അങ്കിളിന് കഴിഞ്ഞ കുറെ നാളത്തെ ഓർമ്മ നഷ്ടപ്പെട്ട കാര്യം അച്ഛൻ അറിയില്ലേ? അപ്പൊ അപ്പുവിന്റെ കാര്യമൊക്കെ ചിലപ്പോ അച്ഛനോട് ചോദിച്ചു വരും. അപ്പു കൊച്ചിയിലാണെന്നും അവിടെ ജേർണലിസം കോഴ്സ് പഠിക്കുകയാണെന്നൊക്കെയാ ഏതാണ്ടി പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. തന്നെയല്ല, അച്ഛനെ കാണുമ്പോ അങ്കിൾ ആകെ എക്സൈറ്റഡ് ആയി പല കാര്യങ്ങളും ചോദിച്ചെന്നിരിക്കും. അതിനൊക്കെ ഉത്തരം പറയാൻ അച്ഛന് പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ പോയി അവിടുത്തെ അവസ്ഥ എന്താ നോക്കിയിട്ട് വരാം. എന്നിട്ട് അച്ഛനമ്മയും കൂടി പോയാൽ മതി. എന്നാ പിന്നെ ഞാനിപ്പോ വരുന്നില്ല, നീ പോയിട്ട് വാ. അതെ, അധിക നേരം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കണ്ട കേട്ടോ. വേഗം ഇഞ്ഞു പോന്നേക്കണം. അമ്മ എവിടെ? അവള് കുളിക്കുക. മാളു, അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ, നീ വേഗം ഇങ്ങ് വന്നേക്കണം. ശരി. ദേ മുരളി, ഞാൻ ഗൗരവത്തോടൊരു കാര്യം പറയാം. VPയുടെ വീടുമായിട്ട് ഇനി അധികം സഹകരിക്കാനൊന്നും ഇവളെ വിടരുത്. അധിക നേരം അവിടെ നിൽക്കണ്ടെന്ന് അവളോട് ഞാൻ പറയുന്ന അമ്മയും കേട്ടതല്ലേ. എന്നാലും അത് ശരിയാകത്തില്ല മുരളി. ഒന്നാമതേ അയാൾക്ക് തലയ്ക്ക് പിരിയിളകിയിരിക്കുക. മാളു ഗർഭിണിയാണെന്നും കൂടെ അറിയുമ്പോ അസൂയ മൂത്ത് ഇനി കൊച്ചിനെ ഉപദ്രവിക്കോ മറ്റോ ചെയ്താലോ? ഹേ, അങ്ങനൊന്നും ചെയ്യില്ലമ്മേ. ഒന്നുമില്ലെങ്കിലും VPക്ക് അവളും സ്വന്തം മോളെ പോലെ തന്നെയല്ലേ. എന്തോന്ന് സ്വന്തം മോള്? സ്വന്തം മോളെ കൊല്ലാൻ ശ്രമിച്ചയാള് മോളെ പോലുള്ള ഒരാളോട് എങ്ങനെ പെരുമാറുമെന്ന് ആർക്കറിയാം?